വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ, കോർപ്പറേഷൻ കാര്യം ഞങ്ങൾ നോക്കണം. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായി. പൊങ്കാലയ്ക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ റോഡുകൾ മുഴുവൻ നടന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ വി ശിവൻകുട്ടി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൂടാതെ ഫേസ്ബുക്കിലൂടെയും ജനങ്ങളെ അറിയിച്ചത് എന്ത്? ഏറ്റവും കാര്യക്ഷമമായി തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ സർക്കാരിന് സാധിച്ചു. പൊങ്കാലയും പൊങ്കാലയോടനുബന്ധിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സർക്കാരിനെ സഹായിച്ച എല്ലാ ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് എഴുതി മറിച്ചായിരുന്നു. അതിനുശേഷം ആരോ എവിടുന്നോ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത കുറെ ഫോട്ടോകൾ അണ്ണൻ അയച്ചു കൊടുത്തെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അണ്ണന്റെ ശ്രദ്ധയിൽ ആരോ ഏതായാലും പെട്ടിട്ടുണ്ട്. അണ്ണൻ അത് കണ്ടതിന് ശേഷം ഒന്ന് വയലന്റ് ആകുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യാതിട്ടിരുന്നത്, ഉടൻ തന്നെ റിപ്പോർട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിനോട് മേയർ ഒന്ന് പ്രതികരിച്ചായിരുന്നു. 2:30 മണിക്ക് ആരംഭിച്ചു, 8:30 മണിയായപ്പോഴേക്കും പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ശുചീകരണം പൂർത്തിയാക്കി, റോഡ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ റെക്കോർഡ് വേഗതയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ച ശിവൻകുട്ടി അദ്ദേഹമാണ് ആവശ്യമില്ലാതെ ചെന്ന് ചൊറിയാൻ പോയത്. നല്ല മാന്ത് കിട്ടും. ഇപ്പം ഈ വർഷമൊക്കെ തന്നെ ഒരാഴ്ചക്കപ്പുറം ചുടുകല്ല് ഫുട്പാത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഇതുവരെയുള്ള പ്രശ്നമല്ലെന്നത് പറയാത്തതാണ്. വീണ്ടും മേയറുടെ വായിൽ കോലിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന ചുടുകല്ലിന്റെ ബാക്കി കഥകളും കൂടി മേയർക്ക് പറയേണ്ടതായിട്ട് വരും. ഈ തോൽവി ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ തോറ്റത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. എന്റെ പൊന്നു മേയറെ, അത് ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? തോറ്റു എന്ന് മുഖത്ത് നോക്കി ഇവരോട് ആവർത്തിച്ച് പറഞ്ഞാലും ഇല്ല, റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല. ഈ തോൽവിയെക്കുറിച്ച് വിശദമായിട്ട് ആരണ്ടൊക്കെ പഠിച്ച റിപ്പോർട്ട് മുന്നിൽ വന്ന് വായിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ബോധ്യപ്പെടൂ. വൻ തോൽവി ഏറ്റുവാങ്ങിയിട്ടും CPM വിലയിരുത്തൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം തോറ്റ കാര്യം ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അടുത്ത തോൽവിയോടുകൂടി പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. ഇപ്പൊ മേയർ അദ്ദേഹമല്ല. എന്റെ പൊന്ന് ശിവൻകുട്ടി എണ്ണ ചോദിച്ചു വാങ്ങിക്കണമായിരുന്നോ? നിങ്ങളുടെ ജോലി എന്തുവാ? മന്ത്രിപ്പണി. ഏതൊക്കെയാ വകുപ്പുകൾ അറിയാവോ? അഭ്യാസവും തൊഴിലില്ലായ്മയും. അത് മാത്രം നോക്കിയാൽ പോരെ? അവിടെ ഉള്ളതേ ഏറ്റുവാങ്ങാനുള്ള കഴിവ് പ്രാപ്തി നിങ്ങൾക്കില്ല, അതിനുള്ള സമയം ഇല്ല. അവിടുന്ന് കിട്ടുന്ന പൊങ്കാല, പിന്നെ ഈ പൊങ്കാലയുടെ ഇടയ്ക്ക് കയറി പൊങ്കാല വാങ്ങിക്കണം. പുതിയൊരു കോർപ്പറേഷൻ ഭരണസമിതി വന്നുവെന്നും അവരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അംഗീകരിക്കാൻ തയ്യാറാകണം. കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു കാര്യം ചെയ്താൽ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഇനി മാറി മാറി വരുന്ന ഭരണകർത്താക്കളെ അംഗീകരിക്കാൻ. അംഗീകാരം എന്നുള്ള ഒരു സംഭവം അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരെ എല്ലാവരും അംഗീകരിക്കണം എന്ന് മാത്രം അവർക്കറിയാം. അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തൂക്കുന്നിടത്ത് പോയി നിന്ന് അവരെ ബുദ്ധിമുട്ടിച്ചതും അതിന് സൂപ്പർവേഷൻ വഹിച്ചതൊക്കെ ആരായിരുന്നു? നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹമായിരുന്നു. അതുകൂടാതെ നന്നായിട്ട് പൊങ്കാലയോട് സഹകരിച്ചെന്ന് പറഞ്ഞു 3 പേര് നിരന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ നന്നായിട്ട് വൈറലായിരുന്നു. ശിവൻകുട്ടി അദ്ദേഹവും പിന്നെ നമ്മുടെ വാസവൻ കൊച്ചാട്ടനും പിന്നെ നമ്മുടെ അനിലണ്ണനും 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത കൊടുത്ത് നിൽക്കുന്നത് പോലെ താങ്ങിയും തടഞ്ഞും ഒക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു. എന്തിനു മുന്നിൽ കയറി നിരന്ന് നിന്നെന്നാർക്കും അറിയത്തില്ല. ഇനി പിന്നെ പൊങ്കാലയുടെ സമയത്തെ കാറ്റടിച്ച് തീ കെടാതിരിക്കാൻ വേണ്ടി 3നെ നിരത്തി മതിൽ പോലെ നിർത്തിയതാണോ എന്നും സംശയമുണ്ട്. ഇപ്പോഴും ഈ എല്ലാ ഭരണ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലാണ് എന്നൊരു ധാരണ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. 44 കൊല്ലം കോർപ്പറേഷൻ സ്വന്തം കുടുംബ വകയായിട്ട് കൊണ്ട് നടന്ന ആളുകളല്ലേ. എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നാ മേയറെ? എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമെന്നാ? വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ. അത് വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എഴുതി കിട്ടാനുള്ള ഒരു താമസമേ ഉള്ളൂ. കൃത്യമായിട്ട് കണ്ണട വെച്ചിപ്പം കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട്. തുപ്പൽ തൊട്ട് മറിച്ചാണെങ്കിലും തപ്പിത്തറഞ്ഞാണെങ്കിലും കാര്യങ്ങൾ മൈക്കിൽ കൂടെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. തൊഴിൽ വകുപ്പിന്റെ കാര്യം പിന്നെ പറയണ്ട. ബംഗാളികളുടെ കാണപ്പെട്ട ദൈവമാണ് ശിവൻകുട്ടി അദ്ദേഹം. ബംഗാളികൾക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുന്നതിൽ ശിവൻകുട്ടി അദ്ദേഹം വഹിച്ച ഒരു പങ്കുണ്ടല്ലോ, ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ. ഗോവിന്ദൻ മാസ്റ്റർക്ക് ശേഷം അവര് പൊന്നാട അണിയിച്ച് ആദരിക്കാൻ പോകുന്ന ശിവൻകുട്ടി അദ്ദേഹത്തെയാണെന്നാണ് കേൾക്കുന്നത്. വെറുതെ ചോദിച്ചു വാങ്ങിച്ചതല്ലേ ശിവൻകുട്ടി അണ്ണ? നല്ല ഭംഗിയായിട്ടല്ലേ അവര് കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് വേറെ എങ്ങും ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? അവർ നോക്കുന്നുണ്ട്, അവർ നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്.
അതിന് കൃത്യമായിട്ട് ശേഷിയുള്ളവർ തന്നെയാണ് കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കഴിവുള്ളവൻ തന്നെയാണ് കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിലോട്ട് ചൊറിയാൻ ചെല്ലണ്ടെന്ന്. ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ മുന്നിലിരുത്തി ബാക്കിൽ കൂടെ ഭരിച്ച കുഞ്ഞുവാവ. ഭരിച്ചു ഇത്രയും കൊല്ലം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമല്ലേ? കോർപ്പറേഷനിൽ ചെയ്യാൻ ഇനി വികസന പ്രവർത്തനങ്ങളൊന്നും ബാക്കിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പിന്നെ പുതിയ കയറിയ ആളുകളെ എന്തിൻ്റെ പേരിലാണ് വിമർശിക്കുന്നത്? നിങ്ങൾ വികസിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇനി കയറുന്നവർ വെറുതെ ആ കോർപ്പറേഷൻ്റെ മേയറുടെ കസേര കയറി അങ്ങ് ഇരുന്നാൽ പോരെ? എന്തിൻ്റെ പേരിലാണ് വിമർശിക്കുന്നത്? അങ്ങനെ തർക്കത്തിനൊന്നും വരണ്ട. വായും വെച്ച് മിണ്ടായിരുന്നാൽ പോരെ? എന്തിനാ ഇവരുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കാൻ ചെന്ന് കയറുന്നത്? ഗവൺമെന്റിന് എല്ലാ ജോലിയും ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതിപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ച് തന്നല്ലോ. എല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ അണ്ണൻ ഉദ്ദേശിച്ചത് അധികാരമുണ്ട് എന്നാണ്. ഉത്തരവാദിത്വം എന്നായി പോയെന്നേ ഉള്ളൂ അറിയാതെ. അപ്പോൾ എല്ലാ മേഖലകളിലെയും കാര്യങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള, അവകാശമുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ട് അണ്ണൻ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ പഞ്ചായത്തെന്നോ കോർപ്പറേഷനെന്നോ മുനിസിപ്പാലിറ്റി എന്നോ വാർഡെന്നോ ഒന്നും ഒരു ഭേദവും ഇല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളും ഒന്ന് നടത്തി കൊടുക്കണം. ഹരിതകർമ്മ സേനയുടെ പണി വരെ നിങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്കാകുമ്പോൾ കാര്യക്ഷമമായിട്ട് അത് ചെയ്യാൻ പറ്റും. കാരണം അധികാര അവകാശം നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ. നിങ്ങളെ കഴിഞ്ഞ് ആർക്കാ ഇവിടെ അവകാശം അതൊക്കെ ചെയ്യാൻ? റോഡ് ക്ലീൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും പേപ്പട്ടിയെ റോഡിൽ ഇറങ്ങി പിടിക്കുന്ന കാര്യമാണെങ്കിലും എന്തിനു കൂടുതൽ പറയുന്നത് തൊഴിലുറപ്പ് തന്നെ നിങ്ങളുടെ കൊച്ചാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവിടെ തൂമ്പ കൊണ്ട് കിളച്ച ആ തൂമ്പയെ പറ്റുന്ന മണ്ണ് വരെ ചെളി വരെ കഴുകി കളയാനുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമാ. നാളെ തൊട്ട് ഇതിനെ ഇറങ്ങി തിരിച്ച് പ്രതികാരം ചെയ്യണമെന്നാ. കേരളത്തിലെ അടുക്കളകളിൽ കഴുകാൻ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങളുടെ അധികാരം നമുക്കാണ് എന്ന് നമ്മുടെ സെക്രട്ടറി അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. വീടുകളുടെ അടുക്കളകളിൽ കയറി പാത്രം കഴുകിയാൽ മാത്രം പോരാ. അതിന് മാത്രമുള്ള അധികാരമല്ല, മുറ്റമടിക്കാനുള്ള അധികാരം, വീടിനകം തുടയ്ക്കാനുള്ള അധികാരം, ആ വീട്ടിലുള്ളവർക്ക് ചെലവിന് കൊടുക്കേണ്ട അധികാരം, എല്ലാ അധികാരങ്ങളും നിങ്ങൾക്കുണ്ട്. ആ അധികാരങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്ന് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. മേയറെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാ. ആഹാ, ഇന്നലെ ഇങ്ങോട്ട് കയറി വന്ന ഒരാൾ ഹീറോ ആകാൻ നമ്മൾ സമ്മതിക്കാവോ? അങ്ങനെ തർക്കത്തിനൊന്നും വരണ്ട. ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയുള്ള അധികാര അവകാശങ്ങളുണ്ട്. ഇനി മുക്കണ്ടെണ്ണ പയ്യെ സംസാരിക്കും. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ വിഷമം. എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം ഉണ്ടെണ്ണ. ജനങ്ങൾ ഏത് കളറിലെ തുണി ഉടുക്കണം, ഏത് സമയത്ത് സ്വാതന്ത്ര്യമായിട്ട് റോഡിൽ കൂടെ വണ്ടിയും കൊണ്ട് ഇറങ്ങണം, ഏത് സമയത്ത് രക്ഷാപ്രവർത്തനം നമ്മൾ കൃത്യമായിട്ട് ഏറ്റുവാങ്ങണം തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള ഒരു അവകാശം, അധികാരം സർക്കാരിനുണ്ട്. ജനങ്ങളുടെ കഞ്ഞിയിൽ നമ്മൾ കൃത്യമായിട്ട് മണ്ണുവാരി ഇടുന്നില്ലേ? ജീവിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും കൃത്യമായിട്ട് നടത്തുന്നില്ലേ? ഗവൺമെന്റിന് നല്ല ബോധ്യമുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ ഇടപെടണം, ഏതെല്ലാം കാര്യങ്ങളിൽ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടാവണം. ഏതെല്ലാം നല്ലതാണ്, ആരുടെയെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം, ആരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം, ആർക്കൊക്കെ പണി കൊടുക്കണം, ആരെയൊക്കെ തഴയണം, ഇങ്ങനെയുള്ള ഓരോരുത്തരെയും സംബന്ധിച്ച ധാരണയുടെ കാര്യത്തിൽ ഈ സർക്കാരിനെ ഒട്ടും പിന്നോട്ട് നിർത്താൻ പറ്റത്തില്ല. ആർക്കൊക്കെ ചെയ്യണം അവർക്കൊക്കെ നിങ്ങൾ ചെയ്യത്തുള്ളൂ. അത് ഞങ്ങൾക്കെല്ലാം അറിയാം. അണ്ണൻ ചുമ്മാ ഇതിനൊന്നും മറുപടി പറഞ്ഞ് അണ്ണൻ്റെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കാതിരിക്കരുത്. എന്തെല്ലാം അവകാശം ഗവൺമെന്റ് ഉണ്ടെന്നുള്ളവരും ഗവൺമെന്റ് എല്ലാ മന്ത്രിമാർക്കും നല്ല ബോധമുണ്ട്. നിങ്ങളുടെ ബോധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അതും പറയാതിരിക്കുന്നതല്ലേ ഭേദം. അല്ല, അത് നിയമസഭ തെരഞ്ഞെടുപ്പ് പോലും ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജോലി വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യട്ടെ, കോർപ്പറേഷൻ്റെ ജോലി കോർപ്പറേഷൻ ചെയ്യും. ഏതായാലും കിട്ടാനുള്ളതെല്ലാം കൃത്യമായിട്ട് കിട്ടി ബോധിച്ച സ്ഥിതിക്ക് കൂടുതൽ ബോധം കെടാൻ നിൽക്കാതെ കിട്ടിയ നിലവിലിപ്പോൾ കയ്യിലിരിക്കുന്ന കസേരയില്ലേ അതേ ചെന്ന് ഉറച്ചിരിക്കുക.